അങ്ങനെ കുറ്റിപ്പുറം ചോറും മീനും ഹോട്ടലിലെ പ്രശ്നത്തിനൊക്കെ പരിഹാരമായി പരസ്പരം മാപ്പ് പറഞ്ഞു. എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ദിവസവും ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് തന്നെ ചെയ്യാറ്, ഇന്നും ട്രെയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി മേലിൽ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അവരുടെ ഭാഗത്തുനിന്നും അവരങ്ങനെ പിന്നെ എതിർ കക്ഷികളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടായില്ല. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാനും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്നലെ എന്റെ സ്ഥാപനത്തിൽ ചോറുമീൻ സ്ഥാപനത്തിൽ പിന്നെ ചെറിയൊരു വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. ഞാൻ ആദ്യമായിട്ട് അവിടെ വന്ന കസ്റ്റമറിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം സ്ഥാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇവിടെ കൂടിയിരിക്കുന്നതൊക്കെ എതിർ ടീമിൽപ്പെട്ട ആളുകളും നമ്മുടെ ഭാഗത്തുള്ള ആളുകളും രണ്ടുപേരുണ്ട്. കുറ്റിപ്പുറത്തെ വ്യാപാരി വ്യവസായ നേതാക്കന്മാരും ഹോട്ടൽ അസോസിയേഷൻ നേതാക്കന്മാരും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായി നിൽക്കുന്ന എല്ലാവരും ഈ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടാണ്. നാട്ടിലെ അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും നല്ല ഒരു ചർച്ച അവിടെ രൂപപ്പെട്ടത്. കാരണം എന്നെ സംബന്ധിച്ചോളം കുറ്റിപ്പുറമാണ് എന്നെ ഈ നിലയിലേക്ക് വളർത്തിയതും ഈ നിലയിലാക്കിയതൊക്കെ. 2 ഷട്ടർ തുടങ്ങിയ ഒരു സ്ഥാപനം, ആകെ 3-4 ജോലിക്കാരായിട്ട് തുടങ്ങിയ സ്ഥാപനം ഇന്നത് 160ഓളം ജോലിക്കാരും 10 ഷട്ടറും 2 നിലകളിലുമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്നത്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമായി അത് മാറ്റിയത് കുറ്റിപ്പുറവും അതേപോലെ ഈ സമീപ പ്രദേശങ്ങളിലെ ആളുകളുമാണ് ആദ്യം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. അവരാണ് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിച്ചതും നമ്മുടെ സ്ഥാപനത്തേക്ക് ഒരുപാട് ആളുകളും ഇന്നും ആ തിരക്കിനും ഒരു കുറവുണ്ടായിട്ടില്ല. അപ്പോൾ എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ദിവസവും ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് തന്നെ ചെയ്യാറ്, ഇന്നും ട്രെയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി മേലിൽ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അവരുടെ ഭാഗത്തുനിന്നും അവരങ്ങനെ പിന്നെ എതിർ കക്ഷികളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടായില്ല. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാനും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ആ രീതിയിൽ തന്നെ ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ആ ഹോട്ടലുകാരുടെ മാനേജ്മെന്റിന്റെ കയ്യിൽ വലിയൊരു വീഴ്ചയുണ്ട്. ഇത് വിഷയം പരിഹരിക്കുന്നതിൽ അവരുടെ കയ്യിലാണ് വീഴ്ച. ഒരു ഹോട്ടലൊരു ഇഷ്യൂസ് ഉണ്ടായാൽ അതിനെ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലാതെ ഇമോഷണലായിട്ട് പോയി തല്ലുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ ഹോട്ടലിനൊരു ഡാമേജാണ് ഈ ഒരു സംഭവം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൽ സന്തോഷം. ഇതിലൊന്നും നമ്മൾ തകരില്ല. തകർക്കണമെങ്കിൽ നമ്മൾ അവസാനിക്കണം. ഞാൻ അവസാനിച്ചല്ലാതെ ഈ ഇത് തകരില്ല. വേണോ ചോദിച്ചപ്പോ ചൊറിഞ്ഞു തരുമെന്നോ? അപ്പൊ ഇതൊന്നും നമുക്ക് പൊതുസമൂഹത്തിന് അറിയില്ല. ഇങ്ങനെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് അറിയില്ല. അപ്പൊ ആളുകൾ മദ്യപിച്ചു എന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന കഴിഞ്ഞ പ്രാവശ്യം വന്ന പ്രശ്നമായില്ല. എന്റെ മുന്നിൽ വന്ന പ്രശ്നമായി. ഞാൻ നിരന്തരം പറയാറില്ലേ, ചെറിയൊരു വിഷയം പോലും ആളെ കത്തിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇന്നുണ്ടായതൊക്കെയാണ് മറന്നു.